എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതേ തരത്തിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ടു കഴിയുക. കാരണം ഇതേപോലെ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവർക്ക് തോന്നിയാൽ നമുക്കത് കിട്ടണം. അതിനാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് എക്സിട്ര പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽ ടു. അതായത് ഇത് എന്ത് ഫോമാണ്? റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ, പ്ലസ് എക്സിട്ര അപ് ടു ഇൻഫിനിറ്റി ആണ് അല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ കാണാനുള്ള വാക്യം എന്താണ്? എഫ് ഡാഷ് എക്സ് ബൈ 2y മൈനസ് 1 ആണ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സൈൻ എക്സ് ആണ്. അപ്പൊ ഇവിടെ എഫ് ഡാഷ് എക്സ് എന്ത് വരും? കോസ് എക്സ് വരും അല്ലെ. കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2y മൈനസ് 1 എന്നുള്ളതാണ് ആൻസർ. വേഗത്തിൽ കിട്ടിയല്ലോ. നമുക്ക് ഈ ഒരു വാക്യം ഓർമ്മയുണ്ടായാൽ മതി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ് വെച്ചെങ്കിൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ 2y മൈനസ് 1 എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എത്ര? അല്ല വെച്ചെങ്കിൽ നമുക്ക് അവകലജം കാണുക എന്നും ചോദിക്കാം. അവകലജം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഡിഫറൻസിയേഷൻ ആണ്. അവകലജം അവകലജം കാണുക എന്ന് പറഞ്ഞാലും ഡി വൈ ബൈ ഡി എക്സ് കാണുകയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്കറിയാം. അതായത് ഇത് എന്ത് ഫോമാണ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോം അല്ലേ. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കാണാനുള്ള വാക്യം എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് into f dash x plus log f of x into g dash x. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണ്? സൈൻ എക്സ് ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് സൈൻ എക്സും ജി ഓഫ് എക്സ് എന്താണ്? കോസ് എക്സും ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എഴുതി നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് തന്നെ. സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? സൈൻ എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിന്റെ ഡിഫറൻസിയേഷൻ അതേതാണ്? കോസ് ആണ് അല്ലെ. കോസ് എക്സ് പ്ലസ് log ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? സൈൻ എക്സ്. ജി ഓഫ് എക്സ് എന്താണ്? കോസ് എക്സ്. ജി ഓഫ് എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ ജി ഡാഷ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ബൈ സൈൻ എക്സിനെ എന്താ എഴുതാം? കോട്ടെക്സ് എന്ന് എഴുതാം അല്ലെ. കോട്ടെക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് പ്ലസ് ഇൻറ്റു മൈനസ് വരും അല്ലെ. അപ്പൊ മൈനസ് അല്ലേ വരിക? മൈനസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
dy by dx equal to f of x raised to g, y equal to f of x raised to g of x ആണെങ്കിൽ dy by dx equal to f of x raised to g of x into g of x divided by f of x into f dash x plus log of f of x into g dash x. ഇത് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? y equal to sin x raised to sin x raised to sin x etc. അവകലജം കാണുക. അവകലജം കാണുക എന്ന് പറഞ്ഞാൽ dy by dx ആണ് കണ്ടത്. ഇത് എന്ത് ഫോം ആണ് നോക്കൂ. y equal to f of x raised to f of x raised to f of x raised to etc. അല്ലേ? അത് അവസാനിക്കുണ്ടോ? ഇല്ല. f of x raised to etc. അങ്ങനെ ആവുമ്പോ അവകലജം എന്ന് പറയുന്നത് dy by dx ആണ് അല്ലെ. dy by dx equal to y square divided by 1 minus y log f of x into f dash x by f of x. അപ്പോൾ ഇതില് f of x എന്താണ്? ഇവിടെ sin x ആണ് അല്ലെ. അപ്പോൾ നമുക്ക് dy by dx എഴുതി നോക്കാം. dy by dx equal to y square divided by 1 minus y log sin x അല്ലെ. y log sin x into f dash x എന്ന് പറഞ്ഞാൽ സൈനിന്റെ ഡെറിവേറ്റീവ് cos x divided by sin x. അത് എങ്ങനെയാണ് എഴുതുക? അപ്പോൾ നമ്മൾ y square divided by 1 minus y log sin x into cos x by sin x നെ എന്ത് എഴുതാം? cot x എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ ഏതാണ് ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കണ്ടേ? y equal to, ഞാൻ ചുമന്നതിൽ എഴുതാം, NP ആയിട്ട് പഠിച്ചേക്കേണ്ടത് y equal to f of x raised to f of x raised to etc. ആണെങ്കിൽ dy by dx equal to y square divided by 1 minus y log f of x into f dash x by f of x. ഇതാണ് പഠിച്ചു വെക്കേണ്ട വാക്യം. ഇത് കിട്ടിയ നമുക്ക് ഈ ഒരു ആൻസറിൽ എത്താൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. a equal to set of all 1 2 3 etc. up to 10 എന്ന ഗണത്തിലെ 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങളുണ്ട്? നമുക്ക് വെറുതെ ഉപഗണങ്ങളുടെ എണ്ണാണ് ചോദിച്ചേക്കൽ നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാണ്? 2 raised to n ആണെന്ന് സാധിക്കും അല്ലെ. n equal to 10 ആണ്. അപ്പോൾ 2 raised to 10 എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അവര് ചോദിച്ചിട്ടുണ്ട് 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങളുണ്ട് എന്ന്. അപ്പൊ 3 അംഗങ്ങളുള്ളതാണ് വെച്ചെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാണുക? അതായത് NC3 ആണ്. അതായത് n എന്ന് പറയുന്നത് 10 അംഗങ്ങൾ അല്ലെ. 10 പിന്നെ C3 എന്ന് പറയുന്നത് 3 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങളുണ്ട് എന്ന്. അപ്പൊ 10C3 എങ്ങനെയാ കാണുക? നിങ്ങൾക്ക് അറിയായിരിക്കും. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 3 ഫാക്ടോറിയൽ അല്ലെ. 10 മൈനസ് 3 ഫാക്ടോറിയൽ അത് എത്രയാണ്? 10 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ. ഇതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ 7 ഫാക്ടോറിയൽ എന്ന് വരെ എഴുതിയത്. ഇനി 3 ഫാക്ടോറിയലിന് എന്താണ്? 3 ഇൻറ്റു 2 ആണ് അല്ലെ. 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. അതായത് 6 എന്നുള്ളതാണ് ഇവിടെ വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 അല്ലെ. 3 ഇൻറ്റു 2 അതായത് 2 ഇൻറ്റു 3 തന്നെ. അപ്പൊ 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും. 5 ഇവിടെ 3 ക്യാൻസൽ ചെയ്ത് പോവും. 3 അപ്പൊ എന്ത് വരും? 8 5 40 40 3 120. അപ്പൊ ഏതാണ് ആൻസർ? 120 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇതില് 3 അംഗങ്ങളല്ല 4 അംഗങ്ങളുള്ള ഉപഗണങ്ങൾ ചോദിച്ചാലോ? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? 10C4 കാണണം. ഇനി 2 ഉപഗണങ്ങളുള്ള 2 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങളുണ്ടെന്ന് ചോദിച്ചാലോ? 10C2 ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പോൾ വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. √2 പ്ലസ് √2 പ്ലസ് √2
ന്റെ വില എത്ര? അതായത് നമുക്ക് √2 എങ്ങനെ എഴുതാൻ പറ്റും? √2 ഈക്വൽ ടു 2 cos π/4 എന്ന് എഴുതാൻ പറ്റുമോ നോക്കൂ. അതായത് cos π/4 1/√2 ആണ് അല്ലെ. അപ്പൊ 2 × 1/√2 എന്ന് പറഞ്ഞാൽ ഏതാണ്? √2 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് √2 എന്ത് എഴുതാം? 2 cos π/4 എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് ഉള്ള √2 ഞാൻ മാറ്റാൻ പോവാണ്. √2 പ്ലസ് √2 പ്ലസ് √2 ഈ √2 മാറ്റുകയാണ്. അപ്പൊ ഈ √2 എഴുതണ്ട. ഈ √2 മാറ്റുമ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2 cos π/4 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇനി ഈ 2 പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലേ? അപ്പൊ എന്താവും? ഈക്വൽ ടു √2 പ്ലസ് √2 ഇൻറ്റു 1 പ്ലസ് cos π/4 എന്നായില്ലേ. ഇത് എന്ത് ഫോം ആണ് നോക്കൂ. അതായത് നമുക്കറിയാം 1 പ്ലസ് cos 2 തീറ്റ ഈക്വൽ ടു 2 cos സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇതിനെ 2 π/8 എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ അതായത് ഇതിനെ എങ്ങനെ എഴുതാം? √2 പ്ലസ് √2 ഇൻറ്റു 1 പ്ലസ് cos 2 π/8 എന്ന് എഴുതിക്കൂടെ ഈ π/4. അപ്പൊ നമുക്ക് ഇത് 1 പ്ലസ് cos 2 തീറ്റ എന്നുള്ള ഫോം ആയില്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു √2 പ്ലസ് √2 ഇൻറ്റു 1 പ്ലസ് cos 2 തീറ്റേനെ 2 cos സ്ക്വയർ തീറ്റയാണ്. അപ്പൊ 2 cos സ്ക്വയർ π/8 എന്ന് വരില്ലേ. ഇനി അങ്ങനെയാവുമ്പോ 2 × 2 4 ആയി അല്ലെ. 4 പുറത്തേക്ക് എടുക്കുമ്പോ 2 ആയി അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? √2 പ്ലസ് 2 2 × 2 4 4ന്റെ റൂട്ട് വരുമ്പോ 2 വന്നു. അപ്പൊ ഇത് 2 എഴുതി. √cos സ്ക്വയർ π/8 പുറത്തേക്ക് എടുക്കുമ്പോ എന്താവും? cos π/8 ആവില്ലേ. cos π/8 ആവും. അപ്പൊ ഇനി 2 പുറത്തേക്ക് എടുത്തൂടെ. അപ്പൊ എന്ത് ചെയ്യാം? √2 ഇൻറ്റു 1 പ്ലസ് cos π/8 എന്ന് വന്നില്ലേ. ഇത് നേരത്തെ ചെയ്ത മാതിരി തന്നെ 2 π/16 എന്നേക്കാൻ പറ്റില്ലേ. അപ്പൊ 1 പ്ലസ് cos 2 തീറ്റ എന്നുള്ള ഫോം ആയില്ലേ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? കുറച്ച് സ്ഥലം ഞാൻ മാറ്റിണ്ടേ എങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്തായി? √2 ഇൻറ്റു 1 പ്ലസ് cos π/8 അതിനെ ഞാൻ മാറ്റി എഴുതി. എന്താണ്? √2 ഇൻറ്റു 1 പ്ലസ് cos 2 π/16 എന്നാക്കി. അപ്പൊ ഇത് 1 പ്ലസ് cos 2 തീറ്റ എന്നുള്ള ഫോം ആയി. അപ്പൊ നമുക്ക് എന്താ എഴുതാം? √2 ഇൻറ്റു cos സ്ക്വയർ π/60 അല്ലേ. അപ്പൊ ഇത് ഇനി റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോഴോ ഒരു 2 മാത്രമാവും അല്ലെ. 2 × 2 എന്നുള്ളത് റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോ ഒരു 2 ആവും. പിന്നെ cos സ്ക്വയർ എന്നുള്ളത് ഒരു cos മാത്രമാവും. cos π/16. അപ്പൊ ഏതാണ് ആൻസർ? 2 cos π/16 എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത വെറൈറ്റി ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. y ഈക്വൽ ടു √x എന്ന വരയുടെ x ഈക്വൽ ടു 4 എന്ന ബിന്ദുവിലുള്ള ചരിവ് എത്ര? ചരിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ആണ് ചോദിക്കുന്നത്. അപ്പൊ സ്ലോപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് നമുക്ക് ഈ y-ന്റെ dy/dx കണ്ടാൽ മതി അല്ലെ. dy/dx ഈക്വൽ ടു √x-ന്റെ dy/dx എന്താണ്? 1/2√x ആണ്. അത് x ഈക്വൽ ടു 4 എന്നുള്ള പോയിന്റിലാണ്. അപ്പൊ അറ്റ് x ഈക്വൽ ടു 4 dy/dx എന്താ വരിക? dy/dx ഈക്വൽ ടു 1/2√4 എന്ന് വരും. x-ന് 4 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? 1/4 എന്ന് വരും. അത് ഈക്വൽ ടു 0.25. അപ്പൊ ഏതാണ് ആൻസർ? 0.25 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിവിധ തരത്തിലുള്ള 10 മുത്തുകൾ ഉപയോഗിച്ച്
വ്യത്യസ്തമായ എത്ര തരത്തിലുള്ള മാലകൾ വൃത്താകൃതിയിൽ ഉണ്ടാക്കാൻ കഴിയും? അതായത് വൃത്താകൃതിയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എത്ര ഫാക്ടോറിയൽ ഉണ്ടാവും? n-1 ഫാക്ടോറിയലേ ഉണ്ടാവുള്ളൂ. അത് പക്ഷെ വൃത്താകൃതിയിലായതുകൊണ്ട് നമുക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പൊ എന്താണ്? അതായത് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2. എന്തുകൊണ്ടാണ്? സർക്കുലർ ആയതുകൊണ്ടാണ്. അപ്പോൾ 9 ഫാക്ടോറിയൽ ബൈ 2 ആണ് വരിക. 9 ഫാക്ടോറിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2. 9 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 അല്ലെ. ഡിവൈഡ് ഇൻറ്റു 2 എന്നും കൂടി വരുമ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് പോവും അല്ലെ. അപ്പൊ ഇതാണ് ആൻസർ വരിക. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കുക. അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റിലുമാണ് നിങ്ങൾക്കുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100 വിലകളുടെ ആപേക്ഷികാവൃത്തി പട്ടിക നിർമ്മിച്ചു. അതിൽ 5ാമത്തെ വിലയുടെ ആപേക്ഷികാവൃത്തി 0.1 ആയാൽ അതിന്റെ ആവൃത്തി എത്ര? എങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് ഫ്രീക്വൻസി അതായത് ആപേക്ഷിക ആവൃത്തി കണ്ടുപിടിക്കുക? റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു, അതാണ് ആപേക്ഷിക ആവൃത്തി കേട്ടോ. റിലേറ്റീവ് ഫ്രീക്വൻസി ഈക്വൽ ടു f/n അല്ലേ. അപ്പൊ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 100 ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. റിലേറ്റീവ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എന്താണ്? 0.1. അപ്പൊ 0.1 ഈക്വൽ ടു f/100. n 100 ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ 100 എഴുതിയത്. അപ്പൊ f ഈക്വൽ ടു എന്ത് വന്നു? 0.1 ഇൻറ്റു 100 എത്രയാണ് വരിക? 10 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ശതമാനാവൃത്തി. ശതമാനാവൃത്തി അതായത് പെർസെൻറ്റേജ് ഫ്രീക്വൻസി. പെർസെൻറ്റേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എങ്ങനെയാണ്? പെർസെൻറ്റേജ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ f/n ഇൻറ്റു 100 കൂടി ചെയ്യണം. അപ്പോഴാണ് പെർസെൻറ്റേജ് ഫ്രീക്വൻസി കിട്ടുക. ഇത് റിലേറ്റീവ് ഫ്രീക്വൻസി f/n. റിലേറ്റീവ് ഫ്രീക്വൻസി ആപേക്ഷിക ആവൃത്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വാക്കിൽ നിന്നും ഒരക്ഷരം അനിയതമായി തെരഞ്ഞെടുത്താൽ അത് ഒരു വവ്വൽ ആകാതിരിക്കാനുള്ള സാധ്യത. അതായത് ഇതിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട് അല്ലെ. ആ 10 എണ്ണത്തില് എത്ര എണ്ണാണ് നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുക? വവ്വൽ അല്ലാത്തതാണ് തെരഞ്ഞെടുക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ ഒരു വവ്വല്, ഇവിടെ ഒരു വവ്വല്, ഇവിടെ ഒരു വവ്വല്. അപ്പൊ 3 വവ്വലുണ്ട് ആകെ അല്ലെ. അത് മാറ്റി നിർത്തിയാൽ എത്ര അക്ഷരങ്ങളുണ്ട്? 7 അക്ഷരങ്ങളുണ്ട്. അപ്പൊ 7/10 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എങ്ങനെയാണ്? 10 അക്ഷരങ്ങളുണ്ട്, അതിൽ നിന്നും വവ്വൽ അല്ലാത്തത് തെരഞ്ഞെടുക്കാനുള്ള സാധ്യത, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം റാൻഡം ആയിട്ട് തെരഞ്ഞെടുക്കുമ്പോ എന്താണ്? ഒരു വവ്വൽ ആകാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വവ്വൽ എത്ര എണ്ണം ഉണ്ടോ അത് മാറ്റി നിർത്തുക. അപ്പൊ 3 എണ്ണാണ് ഇതിലുള്ളത് അല്ലെ. ആ 3 എണ്ണത്തിന് മാറ്റി നിർത്തിയാ ബാക്കി 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാവാം അല്ലെ. അപ്പൊ എന്താണ്? 7/10 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനക വ്യതിയാനം യഥാക്രമം 5ഉം 10ഉം ആയ 2 ചരങ്ങൾ XY പൂർണ്ണ പോസിറ്റീവ് സഹബന്ധത്തിലായാൽ അവയുടെ സഹവ്യതിയാനം എത്ര? സഹവ്യതിയാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കോവാരിയൻസ് XY ആണ്. കോവാരിയൻസ് XY. ഇനി എന്താണ് തന്നിരിക്കുന്നത്? മാനക വ്യതിയാനം അല്ലെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മാനക വ്യതിയാനം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 5ഉം സിഗ്മ വൈ എന്ന് പറയുന്നത് 10ഉം ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ പൂർണ്ണ പോസിറ്റീവ് സഹബന്ധത്തിലാണ് വെച്ചെങ്കിൽ ഗാമ അതായത് R(xy) എന്ന് പറയുന്നത് എന്ത് വരും? R(xy) എന്ന് പറയുന്നത് 1 ആയിട്ട് വരും അല്ലെ. അപ്പോ
കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഗാമ ഗാമ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്താണ് വരിക? കൊവാരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അല്ലേ? കൊവാരിയൻസ് എക്സ് വൈ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗാമ ഓഫ് എക്സ് വൈ തന്നുണ്ട് 1 ആണ്. അതായത് പോസിറ്റീവ് സഹബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ 1 ആണെന്ന് നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 ഈക്വൽ ടു കോവ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് എന്താണ്? 5 ഇൻറ്റു സിഗ്മ വൈ എന്താണ്? 10. അപ്പൊ എന്താണ്? കോവ് എക്സ് വൈ ഈക്വൽ ടു 50. അങ്ങോട്ട് പോകുമ്പോൾ 50 തന്നെ ആവും അല്ലെ? 1 ഇൻറ്റു 50 50. അതായത് 50 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.